പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അമ്പലം പോക്ക് വ്ലോഗാണ്. ഇതിപ്പോൾ സമയം 4 മണി ആയിട്ട് വൈകുന്നേരം. അപ്പോൾ നമ്മൾ പോകുന്നത് ചെറുവരമ്പത്തുകാവ് പറഞ്ഞ അമ്പലത്തേക്കാണ്, കുന്നംകുളത്തിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഇതാ ഓരോരുത്തർ ഇത് ഒരുങ്ങിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഓരോരുത്തരെ. അപ്പോൾ ഇതാ നമ്മൾ ഓരോരുത്തരായിട്ട് പുറപ്പെടുകയാണ് വ്ലോഗിനും. എന്താണ് അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്, വണ്ടി കാത്ത് കേട്ടോ. ഇതാ അല്ലൂഷ അമ്മ കണ്ണതാ ചേച്ചിയെ ചേച്ചിതാ അവള് പാവാടയാണ് ഇട്ടിരിക്കണത്. അപ്പോൾ ഇതാ ദേവത സൂപ്പറായിട്ട് പട്ടുപാവാടൊക്കെ ഇട്ടിട്ടാണ് നിൽക്കണത്. ദേവ കണ്ടോ, ചിരിച്ച ഹായ് പറഞ്ഞേ, ഹായ്. അപ്പം നമ്മൾ ഇനി അമ്പലത്തേക്ക് പോകുമ്പോൾ കാണട്ടെ. അപ്പം നമ്മളിത് അമ്പലത്തേക്ക് പോകാനായിട്ടുള്ള വണ്ടി എത്തിയിട്ട്, വണ്ടി ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ആ വണ്ടി സമയത്തിന് എത്തിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂട്ടി പോണത് കുറേ കാലത്തിന് ശേഷം കേട്ടോ, ഞാനും ചേച്ചി അമ്മയൊക്കെ ആയിട്ട് പോണത്. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടി ഒത്തപ്പോൾ ഒന്ന് പോകാൻ വിചാരിച്ചു. ആദ്യം ഞങ്ങൾ പോണത് മങ്ങാട് അമ്പലത്തേക്കാട്ടോ പോണത്. പക്ഷേ ഞങ്ങൾ ഒരു 4:45 ആകുമ്പോഴത്തേന് എത്തിയിട്ടുണ്ടായി. പക്ഷേ അമ്പലം തുറക്കാൻ 5:30 അപ്പോൾ അതുവരെ ഞങ്ങളവിടെ പോസ്റ്റായിട്ട് നിന്നു കേട്ടോ. ഈ ഒരു അമ്പലത്തേക്ക് ചെറുപ്പത്തേക്ക് എങ്ങാണ്ട് വന്നൊരു ഓർമ്മ ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. വൈകുന്നേരത്ത് വിളക്കൊക്കെ കത്തിച്ച ആ ഒരു സമയത്തൊക്കെ അതൊക്കെ നല്ലൊരു ഓർമ്മ ഉണ്ട്, ചെറുപ്പത്തേക്ക് വന്നൊരു ഓർമ്മ. പിന്നെ ഞങ്ങളത് അവിടെ കുറച്ച് വഴിപാടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ വന്നു കേട്ടോ. പിന്നെ അതാ ഞങ്ങൾ അടുത്ത അമ്പലത്തേക്ക് പോകട്ടോ. ഇത് അരിവായിലുള്ള ചെറുവരമ്പത്തുകാവ് അമ്പലത്തേക്കാട്ടോ ഞാൻ അടുത്തത് ഞങ്ങൾ പോണത്. അപ്പോൾ അത് കുറേ ആയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അമ്പലം പോക്കാട്ടോ, 2 അമ്പലത്തേക്ക്. ഇത് എന്താ പറയുക, കുറേ ആയി എല്ലാവരും കൂടി ഒക്കുമ്പോൾ പോവാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോഴാവും സമയമായി ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഞങ്ങളിപ്പോൾ ഉള്ളപ്പോൾ പോവാമെന്ന് വിചാരിച്ചു. അച്ഛൻ വന്നിട്ടില്ല കേട്ടോ, അച്ഛനെന്ന് ലീവ് കിട്ടിയില്ല, മില്ലിൽ നല്ല തിരക്കാണ്, അപ്പോൾ ഉണ്ടായില്ല. ഇതൊരു ഞായറാഴ്ചത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞായറാഴ്ച പോയി വിചാരിച്ചപ്പോൾ അച്ഛൻ ലീവാകും വിചാരിച്ചു, പക്ഷേ അച്ഛനെ ലീവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛനില്ല. അപ്പോൾ ഞങ്ങൾ 3 കുട്ടികളും കൂട്ടാണ് പോണത്. അപ്പോൾ കുറേ കാലം വിചാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നതാണ് പോകണമെന്ന്. പിന്നെ ഇപ്പോൾ ഇതാ വഴിപാടുകളുണ്ട്. അപ്പോൾ ഒക്കെ കൂടി ഒത്തപ്പോൾ ഇന്ന് പോയിട്ട് ഞങ്ങൾ. അപ്പോൾ ഇതാ ഈ അമ്പലം പറയുമ്പോൾ എന്താ പറയുക, കാണുമ്പോൾ ഇന്നല്ലേ നല്ല സുഖമാണ്. നല്ല പാടും അമ്പലമൊക്കെ നന്നായി മാറിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലതാണ് അമ്മ പറയണത്, നന്നായി മാറ്റം വന്നിട്ടുണ്ട് അമ്പലത്തിന്. അപ്പോൾ നമ്മൾ അമ്പലത്തേക്കുള്ള ആ വഴിയിൽ പോവാണ് കേട്ടോ. പോകുമ്പോൾ തന്നെ ഒരു എന്തോ പോലെ. എനിക്ക് ഈ അമ്പലത്തേക്ക് വന്നാൽ ഓർമ്മയില്ല കേട്ടോ. പൂരത്തിനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, പക്ഷേ പൂരത്തിന് വന്നുകൊണ്ട് നമുക്കിതിങ്ങനെ അറിയില്ലല്ലോ. പൂരത്തിന് ചെറുപ്പത്തിൽ വന്നൊരു ഓർമ്മ ഉണ്ട് മാമൻ്റെ അവിടെ നിന്നൊക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. എല്ലാവർക്കും അറിയുന്നുണ്ടാവും, പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അമ്പലത്തിലൊക്കെ കയറി. ഇത് പിന്നെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടാട്ടോ. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഒന്ന് വീഡിയോ എടുത്താട്ടോ. നല്ലൊരു പോസിറ്റീവ് പരിസരമാണ്. അമ്പലമായതുകൊണ്ട് പിന്നെ പറയും വേണ്ടല്ലോ, പോസിറ്റീവ് തന്നെ ആവുമല്ലോ. പക്ഷെ ഇതും കൂടി പാടമൊക്കെ കൂടി ആയപ്പോൾ നല്ല വ്യൂ കിട്ടണ ഒരു അമ്പലം. തമ്പാട്ടിയമ്മയ്ക്ക് നേരെ നോക്കിയാൽ പാടം കാണാം, ഇങ്ങനെ നോക്കിയിരിക്കാം. അങ്ങനത്തെ ഒരു നല്ലൊരു ഭംഗിയുള്ള സ്ഥലമാട്ടോ അവിടെയൊക്കെ. അപ്പോൾ അതൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. വൈകുന്നേരത്തൊക്കെ ഇരിക്കാനും കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ പോകാൻ പറ്റിയൊരു, അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമായിട്ടത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കട്ടെ. അപ്പോൾ കുറിയിടലാണ്. അപ്പോൾ കുറിയിടലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇങ്ങനെ കാണുമ്പോൾ നല്ല ചന്തമുണ്ട് കാണാൻ കേട്ടോ അമ്പലം. എന്തോ വലിയൊരു അമ്പലം പോലെ ഉണ്ട്. നമ്മുടെ ഇവിടെ അല്ലാത്ത വേറെ എവിടെ ഉള്ളൊരു അമ്പലം പോലെ ഉണ്ട്. പിന്നെ ഞങ്ങളിതാ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഓരോന്നും പറയുന്നുണ്ട് കേട്ടോ, വിശക്കുന്നുണ്ട്. 6:30 6:45 ആയി. ഇത് പിന്നെ ഞങ്ങൾ ചാലശ്ശേരി എത്തിയിട്ടാ. ഒരു 7:30 ആയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തുമ്പോൾ 7:30 7:45 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചാലശ്ശേരിയിൽ റോഡ് പണി ആയ കാരണം നല്ല തിരക്കാണ്. അപ്പോൾ അവിടെ കുറച്ച് നേരം നീങ്ങി പോയി. പിന്നെ അങ്ങനെ വീടെത്തി. അപ്പോൾ ഇത്ര ഉള്ളൊരു വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ് ഒരു അമ്പലപ്പൂക്ക്, വലുതായിട്ടൊന്നുമില്ല. അപ്പോൾ
എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ അടുത്തൊരു വീഡിയോയിൽ വേഗം വരാം. ഇപ്പോഴത്തെ പ്രശ്നം പറഞ്ഞാൽ കണ്ടൻറ്റുകൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.